അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് പഠനം. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ ത്വആമഹു വശറാബഹു. ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, ആർ അസത്യവാക്കും പ്രവൃത്തിയും ഒഴിവാക്കിയില്ലയോ അവർ ഭക്ഷണവും വെള്ളവും ഒഴിവാക്കുന്നത് കൊണ്ട് അള്ളാഹുവിന് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. റമളാനിലെ നോമ്പ് എவ்விധമായിരിക്കണം, എത്രമാത്രം ജാഗ്രതയും ശ്രദ്ധയും നോമ്പിന്റെ കാര്യത്തിൽ വേണം എന്ന് ഒരു വിശ്വാസിയെ ബോധ്യപ്പെടുത്തുന്ന വളരെ ശ്രദ്ധേയമായ ഹദീസാണ് ഇത്. ഭക്ഷണം, വെള്ളം ഇത് രണ്ടും നോമ്പിന് എല്ലാവരും ഒഴിവാക്കും. അതേ സമയത്ത് നാവ് കൊണ്ട് നല്ലതല്ലാത്ത സംസാരങ്ങൾ സംസാരിക്കുക, കണ്ണുകൊണ്ട് നല്ലതല്ലാത്ത കാഴ്ചകൾ കാണുക, ചെവി കൊണ്ട് നല്ലതല്ലാത്തത് കേൾക്കുക, നല്ലതല്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുക, അങ്ങനെ മറ്റു പല അവയവങ്ങളും ഭക്ഷണവും വെള്ളവും ഒഴിവാക്കിയതുപോലെ പ്രവർത്തനങ്ങളെയോ വാക്കുകളെയോ കേൾവിയെയോ കാഴ്ചയെയോ ഒഴിവാക്കാതിരുന്നാൽ, വയറിന് മാത്രം നോമ്പായി മാറിയാൽ ആ നോമ്പ് അള്ളാഹുവിന് ആവശ്യമില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത്. കണ്ണിന് നോമ്പ് വേണം, കാതിന് നോമ്പ് വേണം, നാവിന് നോമ്പ് വേണം, പ്രവർത്തനങ്ങൾക്ക് നോമ്പ് വേണം. എല്ലാ സമയത്തും ഞാനൊരു നോമ്പുകാരനാണ് എന്ന ബോധത്തോടു കൂടി നല്ലത് പറഞ്ഞ്, നല്ലത് കേട്ട്, നല്ലത് കണ്ട്, നല്ലത് പ്രവർത്തിച്ച് നന്മയിൽ മുന്നേറണം. പുണ്യങ്ങളുടെ പെരുമഴക്കാലമാണ്, നന്മയുടെ പൂക്കാലമാണ് റമദാൻ മാസം. ആ വാക്കുകളെയും പ്രയോഗങ്ങളെയും അന്വർത്ഥമാക്കും വിധം ജീവിതം നന്മ കൊണ്ട് നിറക്കണം. ഇനി ആരെങ്കിലും ഇങ്ങോട്ട് പ്രശ്നമുണ്ടാക്കാൻ വന്നാൽ എന്താണ് അവരോട് സ്വീകരിക്കേണ്ട സമീപനമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇദാ കാന യൗമു സൗമി അഹദിക്കും ഫലാ യർഫസ് വലാ യസ്ഖബ് ഫഇൻ സാബഹു അഹദുൻ ഔ ഖാതലഹു ഫൽയഖുൽ ഇന്നി ഇംറഉൻ സ്വാഇം. നിങ്ങളുടെ നോമ്പിന്റെ ദിവസത്തിൽ ആരോടും തർക്കിക്കാനോ ശണ്ട കൂടാനോ ബഹളമുണ്ടാക്കാനോ ഒന്നും പാടില്ല. ഇങ്ങോട്ടാരെങ്കിലും പ്രശ്നമുണ്ടാക്കാൻ, പ്രയാസമുണ്ടാക്കാൻ വന്നാൽ അവരോട് പറയണം, ഞാൻ ഒരു നോമ്പുകാരനായ മനുഷ്യനാണ് എന്ന്. ഒരിക്കലും മോശമായി അവർ പെരുമാറുന്നത് പോലെ തിരിച്ചു പ്രതികരിക്കരുത്. നോമ്പങ്ങ് തീരട്ടെ, അപ്പോൾ നിനക്കുള്ളത് ഞാൻ തരാം എന്ന് മറുപടി പറയരുത്. ഒറ്റ മറുപടിയെ വിശ്വാസിയുടെ ഭാഗത്ത് നിന്നുണ്ടാകാവൂ, അത് ഞാൻ നോമ്പുകാരനാണ് എന്ന മറുപടിയാണ്. അതൊരു ബോധമാണ്, അതൊരു വിചാരമാണ്, അത് വല്ലാത്തൊരു ചിന്തയാണ്. ഞാൻ നോമ്പുകാരനാണ്. ഒരിക്കലും മറ്റുള്ളവർ മോശമായി പെരുമാറുന്നത് പോലെ എനിക്ക് തിരിച്ചു പെരുമാറാൻ പറ്റില്ല. അങ്ങനെ പെരുമാറിയാൽ ആ പെരുമാറിയതിന്റെ ശിക്ഷ മാത്രമല്ല ഞാൻ അനുഭവിക്കേണ്ടത്, മറിച്ച് എന്റെ നോമ്പ് പോലും നഷ്ടമായി പോകും. അതുകൊണ്ട് എന്റെ എല്ലാ അവയവങ്ങൾക്കും നോമ്പ് വേണം എന്ന ബോധത്തോടുകൂടി, ചൈതന്യത്തോടെ, ആത്മാവുള്ള നോമ്പായിരിക്കണം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത്. അത്തരം നോമ്പാണ് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലാർഹം. അല്ലാത്ത നോമ്പ് അള്ളാഹുവിന് ആവശ്യമില്ലെന്നും അത് വെറും പൈതാഹമായി മാറുമെന്നുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നത്. അതിനാൽ പ്രതിഫലാർഹമായ റയ്യാൻ വാതിലിലൂടെ സ്വർഗത്തിലെത്തുന്ന യഥാർത്ഥ നോമ്പ്, ചൈതന്യവത്തായ നോമ്പ് നിർവഹിക്കാൻ നമുക്ക് കഴിയണം. മറ്റുള്ളവരെ അതിന് പ്രേരിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.